നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രവാസി ലോകത്തെ വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. UAE-യിൽ 1321 പേർക്ക് കൂടി കോവിഡ് വൈറസ് ബാധ സ്ഥിരീകരിച്ചതായി ആരോഗ്യ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ചികിത്സയിലായിരുന്ന 1302 പേർ സുഖം പ്രാപിച്ചപ്പോൾ 3 പുതിയ കോവിഡ് മരണങ്ങൾ കൂടി രാജ്യത്ത് റിപ്പോർട്ട് ചെയ്തു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ നടത്തിയ 1,61,182 കോവിഡ് പരിശോധനകളിൽ നിന്നാണ് പുതിയ രോഗികളെ കണ്ടെത്തിയത്. ഔദ്യോഗിക കണക്കുകൾ പ്രകാരം 5,44,931 പേർക്ക് ഇതുവരെ UAE-യിൽ കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇവരിൽ 5,20,080 പേർ സുഖം പ്രാപിച്ചു. സൗദി അറേബ്യയിൽ കോവിഡ് മുക്തരാകുന്നവരുടെ പ്രതിദിന എണ്ണത്തിൽ വലിയ കുതിപ്പ്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 1,608 പേരാണ് സുഖം പ്രാപിച്ചത്. 927 പേരിൽ പുതുതായി രോഗം സ്ഥിരീകരിച്ചു. രാജ്യത്ത് വിവിധ ഭാഗങ്ങളിലായി 12 പേർ മരിച്ചു. രാജ്യത്ത് ഇതുവരെ ആകെ 4,31,432 പേർക്കാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. ഇതിൽ 4,15,747 പേർ സുഖം പ്രാപിച്ചു. ആകെ മരണസംഖ്യ 7,134 രാജ്യത്തെ വിവിധ ആശുപത്രികളിലും മറ്റുമായി ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 8,551 കുറഞ്ഞു. ഇവരിൽ 1,323 പേരാണ് ഗുരുതര നിലയിൽ ചികിത്സയിൽ കഴിയുന്നത്. ബാക്കിയുള്ളവരുടെ ആരോഗ്യനില തൃപ്തികരമാണ്. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 763 പുതിയ കൊറോണ വൈറസ് കേസ് കൂടി റിപ്പോർട്ട് ചെയ്തതായി കുവൈറ്റ് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഇതോടെ രാജ്യത്ത് ആകെ കൊറോണ വൈറസ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം 3 ലക്ഷത്തോട് അടുപ്പിച്ചു. ഇതിൽ 2,77,745 പേർ രോഗമുക്തരായിട്ടുണ്ട്. ഇത് 96.08%. 1,291 പേർ കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ രോഗമുക്തി നേടി. ഇന്നലെ റിപ്പോർട്ട് ചെയ്ത 7 മരണം ഉൾപ്പെടെ ആകെ മരണസംഖ്യ 1,681. 190 രോഗികൾ തീവ്രപരിചരണ വിഭാഗത്തിലുണ്ട്. 7,187 പേരിൽ കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ പരിശോധന നടത്തുകയുണ്ടായി. ഖത്തറിൽ നിന്ന് കോവിഡ് വാക്സിൻ സ്വീകരിച്ചവർ 9 മാസത്തിനുള്ളിൽ തിരിച്ചെത്തിയാൽ ക്വാറന്റൈൻ വേണ്ട. നേരത്തെ ഇത് 6 മാസമായിരുന്നു. എന്നാൽ ഇന്ത്യ അടക്കമുള്ള 6 രാജ്യങ്ങളിൽ നിന്നുള്ള എല്ലാവർക്കും ഖത്തറിൽ 10 ദിവസം ക്വാറന്റൈൻ നിർബന്ധമാണ്. നേപ്പാൾ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, ശ്രീലങ്ക, ഫിലിപ്പീൻസ് രാജ്യക്കാർക്കും ഇളവ് ലഭ്യമല്ല. വാക്സിൻ നൽകാനുള്ള മുൻഗണനാ പട്ടികയിൽ 30 വയസ്സിനും അതിനു മുകളിലും പ്രായമുള്ളവരെ ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ചെറിയ പെരുന്നാൾ അവധിക്ക് ശേഷമാണ് ഇത് പ്രാബല്യത്തിൽ വരിക. എമിഗ്രേഷൻ ഓഫീസോ സേവന കേന്ദ്രങ്ങളോ സന്ദർശിക്കാതെ തന്നെ മൊബൈൽ ഫോൺ വഴി ഫാമിലി വിസ ലഭ്യമാകുന്ന ദുബായ് നൗ മൊബൈൽ ആപ്ലിക്കേഷനിൽ കൂടുതൽ റെസിഡൻസി സേവനങ്ങൾ ഉൾപ്പെടുത്തി. കുടുംബ വിസകളുമായി ബന്ധപ്പെട്ടുള്ള വിഭാഗങ്ങളുടെ കൂടുതൽ സേവനങ്ങൾ ഈ ആപ്പിൽ ഇപ്പോൾ ലഭ്യമാക്കിയിട്ടുണ്ടെന്ന് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റെസിഡൻസി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സ് മേധാവി മേജർ ജനറൽ മുഹമ്മദ് അഹമ്മദ് അൽമറി അറിയിച്ചു. മാതാപിതാക്കൾ, ഗ്രാൻഡ് പാരന്റ്സ്, ബന്ധുക്കൾ എന്നിവർക്ക് വിസ എടുക്കാനുള്ള പുതിയ സൗകര്യമാണ് ആപ്പിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നവജാത ശിശുക്കൾ, ഭാര്യ, കുട്ടികൾ എന്നിവർക്കായുള്ള റെസിഡൻസി സേവനങ്ങളായിരുന്നു മുൻപ് ആപ്ലിക്കേഷനിൽ ഉണ്ടായിരുന്നത്. രാത്രികാല യാത്രകൾക്ക് ഏർപ്പെടുത്തിയിരുന്ന വിലക്ക് ഒമാൻ നീക്കി. ഭക്ഷ്യസാധനങ്ങൾ ഒഴികെയുള്ള വാണിജ്യ വ്യാപാര സ്ഥാപനങ്ങളിൽ രാത്രി 8 മുതൽ പുലർച്ചെ 4 വരെ സന്ദർശകർക്ക് പ്രവേശനമില്ലെങ്കിലും ഹോം ഡെലിവറി അനുവദിക്കുന്നതാണ്. ഭക്ഷ്യ സ്ഥാപനങ്ങളിലടക്കം 50% പേർക്ക് മാത്രമേ നിൽക്കാൻ സാധിക്കുകയുള്ളൂ. സർക്കാർ സ്ഥാപനങ്ങളിൽ 50% ജീവനക്കാർ തൊഴിലിടങ്ങളിൽ ജോലിക്കെത്തണമെന്ന നിർദ്ദേശം അധികൃതർ നൽകിയിട്ടുണ്ട്. വർക്ക് ഫ്രം ഹോം ആണ് ഇവർക്ക് നൽകിയിരുന്നത്. ഇതാണ് ഇപ്പോൾ പിൻവലിച്ചിരിക്കുന്നത്. ജോലി സ്ഥലത്ത് എത്തിച്ചേരാത്ത പകുതി ജീവനക്കാർ വിദൂര സംവിധാനത്തിലൂടെ ജോലികൾ നിർവഹിക്കണം. രാജ്യത്തെ വ്യാപാര വാണിജ്യ കേന്ദ്രങ്ങളിൽ ജോലി ചെയ്യുന്ന സ്വദേശികളും പ്രവാസികളും ഉൾപ്പെടെ എല്ലാ ജീവനക്കാർക്കും വാക്സിനേഷൻ നിർബന്ധമാണെന്ന വ്യവസ്ഥ നടപ്പിൽ വരുത്തി സൗദി. വ്യാഴാഴ്ച മുതൽ നിയമം പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞതായി മുനിസിപ്പൽ ആൻഡ് റൂറൽ അഫയേഴ്സ് മന്ത്രാലയം വ്യക്തമാക്കി. ഇനി മുതൽ ജീവനക്കാർക്ക് ജോലി സ്ഥലത്തെത്തി പണിയെടുക്കണമെങ്കിൽ തന്നെ വാക്സിനേഷൻ എടുത്തിരിക്കേണ്ടത് നിർബന്ധമാണ്. അല്ലാത്തപക്ഷം കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. രാജ്യത്ത് കോവിഡ് വ്യാപനം പ്രതിരോധിക്കുന്നതിന്റെ ഭാഗമായി വാക്സിനേഷൻ നടപടികൾ ശക്തിപ്പെടുത്തുകയെന്ന ലക്ഷ്യത്തോടെയാണ് നടപടി സ്വീകരിച്ചിരിക്കുന്നത്. കോവിഡ് പ്രതിരോധത്തിന്റെ ഭാഗമായുള്ള വാക്സിനേഷൻ വിപ്ലവത്തിൽ ബഹുദൂരം സഞ്ചരിച്ച UAE 12 മുതൽ 15 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികളിലേക്ക് കൂടി വാക്സിൻ വിതരണം ചെയ്യാൻ അംഗീകാരം നൽകി. ദേശീയ കോവിഡ് വാക്സിനേഷൻ പദ്ധതിയുടെ ഭാഗമായി ഈ പ്രായപരിധിയിലുള്ളവർക്കിടയിൽ ഫൈസർ വാക്സിൻ വിതരണം ചെയ്യുന്നതിന് UAE ആരോഗ്യ പ്രതിരോധ മന്ത്രാലയമാണ് അനുമതി നൽകിയത്. ദേശീയ വാക്സിനേഷൻ യജ്ഞത്തിന്റെ ഭാഗമായി വിശദ പഠന ഗവേഷണങ്ങൾക്ക് ശേഷമാണ് ആരോഗ്യ മന്ത്രാലയം അനുമതി നൽകിയത്. കോവിഡ് 2ാം തരംഗം തീവ്രമായ ഇന്ത്യയിൽ വീണ്ടും ഖത്തറിന്റെ സഹായമായി മെഡിക്കൽ സാധന സാമഗ്രികൾ എത്തി. ന്യൂഡൽഹി വിമാനത്താവളത്തിൽ ഖത്തറി സഹായം സ്വീകരിച്ചതായി ഖത്തർ വിദേശകാര്യ മന്ത്രാലയം വെബ്സൈറ്റിലൂടെ അറിയിച്ചു. ഗൾഫ് ഡിവിഷൻ ഡയറക്ടർ ഇന്ത്യൻ റിപ്പബ്ലിക്കിന്റെ വിദേശകാര്യ മന്ത്രാലയം HE അവതാർ സിംഗ്, ഇന്ത്യയിലേക്കുള്ള ഖത്തർ എംബസിയിലെ ആക്ടിംഗ് ചാർജ് ഡി അഫയേഴ്സ് അലി ബിൻ മുഹമ്മദ് അൽബാദി, സെക്കൻഡ് സെക്രട്ടറി
റാഷിദ് ബിൻ അലി അൽ മാരി എന്നിവർ സന്നിഹിതരായിരുന്നു. ഇന്ത്യയിലേക്കുള്ള ഖത്തറിന്റെ സഹായങ്ങൾ ചികിത്സാ മരുന്നുകൾ, മെഡിക്കൽ ഉപകരണങ്ങൾ, വിവിധ മെഡിക്കൽ ഉപഭോഗ വസ്തുക്കൾ എന്നിവയാണുള്ളത്. സൗദി തൊഴിലന്വേഷകർക്ക് പ്രോത്സാഹനവും സാമ്പത്തിക സുരക്ഷയും നൽകുന്നതിന്റെ ഭാഗമായി സാമ്പത്തിക സഹായ പദ്ധതിയുമായി സൗദി ഭരണകൂടം. നിലവിലെ സാമ്പത്തിക സഹായ പദ്ധതിയിൽ സമൂലമായ മാറ്റങ്ങൾ വരുത്തിയാണ് പുതിയ പാക്കേജ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതുപ്രകാരം രാജ്യത്തെ സ്വദേശികളോ സ്ഥിര താമസക്കാരോ ആയ തൊഴിലന്വേഷകർക്ക് നിബന്ധനകൾക്ക് വിധേയമായി 15 മാസം സാമ്പത്തിക സഹായം നൽകും. സഹായ പദ്ധതി സൗദി മന്ത്രിസഭ നേരത്തെ അംഗീകാരം നൽകിയിരുന്നു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.